Good morning dear students and warm welcome to our 10th online class. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ആരെയാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്? ഒരു കമ്പനിയോട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. ആ ഇൻസൈഡേഴ്സ് നടത്തുന്ന ട്രേഡിംഗ് എന്ന് പറയുന്നത് ലീഗലും ഇല്ലീഗലും ആകാം. ലീഗലാണെങ്കിൽ അതിന് കാര്യമായിട്ടുള്ളൊരു പ്രസക്തിയൊന്നുമില്ല. അതേസമയം ഇല്ലീഗലാണെങ്കിൽ അത് വയലേഷൻ ഓഫ് ലോ ആണ്. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻസൈഡർ ട്രേഡിങ് എന്തുകൊണ്ടാണ് ഇല്ലീഗലാകുന്നു എന്ന് പറയുന്നത്. ഷെയറിൻ്റെ പ്രൈസിനെ അത് ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഫാക്ടറല്ല. അപ്പോൾ എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ്, അത് എന്തുകൊണ്ടാണ്, എപ്പോഴാണ് നല്ലതും എപ്പോഴാണ് അത് ചീത്തയാകുന്നത് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ദ പ്രിവെൻഷൻ ഓഫ് എൻ ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് ക്രൈംസ് ഓൺ ദ ഫെയ്ത്ത് ഓഫ് ഫെയർ ഡീലിംഗ് ഇൻ എ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് അധികം പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഇൻസൈഡേഴ്സ് ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ അത് സാധിക്കില്ല. അതുപോലെ തന്നെ അതൊരു ക്രിമിനൽ വേയിൽ ആവാനായിട്ടുള്ളൊരു ചാൻസും കൂടിയും ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൽ ഉണ്ട്. The people at the top of administration, such as the directors, have the responsibility to run the company efficiently, but sometimes they give priority to their own vested personal interest over the interest of the company. ഡയറക്ടേഴ്സിനെയാണ് ഈ ഷെയർ ഹോൾഡേഴ്സ് ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ റൺ ചെയ്യാനായിട്ടുള്ള ഒരു അതോറിറ്റി കൊടുത്തിട്ടുള്ളത്. അവർ ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവർ പ്രവർത്തിക്കുമ്പോൾ ആരുടെ ഇൻട്രസ്റ്റാണ് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ഒരു ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റും അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നുണ്ടെങ്കിലും ചില സമയത്ത് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഡയറക്ടർക്ക് എന്തിനോടാണോ പേഴ്സണലായിട്ട് കൂടുതൽ താല്പര്യമുള്ളത് ആ ഒരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകാനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. They may use sensitive inside information for personal gains as an insider. അപ്പോൾ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഇൻഫോർമേഷൻസ്, ഒരു കമ്പനി ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഇൻഫോർമേഷൻസ് സെൻസിറ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു ചാൻസാണ് ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൽ കൂടുതലായിട്ട് കാണുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇൻസൈഡിലുള്ള ഇൻഫോർമേഷൻസ് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടെ മെയിനായിട്ട് ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൽ കാണുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം. It is necessary to define the person who may be treated as an insider within the scope and ambit of the regulation of the Securities Exchange Board of India. അപ്പോൾ സെബിയുടെ ഒരു മെയിൻ ഇഷ്യൂ എന്താണ്? ആരൊക്കെയാണ് ഇൻസൈഡേഴ്സായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പും അതുപോലെ തന്നെ ആംബിറ്റ് ഓഫ് ദ റെഗുലേഷൻ, ഒരു സെബിയുടെ റെഗുലേഷനിൽ വരുന്ന അതിൻ്റെ ഒരു പരിധി, ആംബിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, എവിടെയാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻ ഏരിയ നിൽക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻസൈഡർ എന്ന് പറയുന്ന പേഴ്സണെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ഓഫ് ദ സെബി പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് 1992 defines insider in the following words. Section 2 subsection E സെബിയുടെ ഒരു പ്രൊഹിബിഷൻ ട്രേഡിംഗ് റെഗുലേഷൻ ആണ്. അത് 1992 ഒരു റെഗുലേഷൻ പ്രകാരം ഒരു ഇൻസൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാവാം എന്നുള്ള ഒരു ഡെഫിനിഷനാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇയിൽ പറയുന്നത്. ഇൻസൈഡർ മീൻസ് എനി പേഴ്സൺ
who is or was connected with the company or is deemed to have been connected with the company and who is reasonably expected to have access to unpublished price sensitive information in respect of securities of company or who has received or has had access to such unpublished price sensitive information. ഈ unpublished sensitive price information എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരിക്കലും പബ്ലിക് ഡൊമൈനിലോ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലോ വരുന്ന ഒരു കാര്യമല്ല. അത് അൺഅവെയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് പക്ഷേ ഡയറക്റ്റ്ലി എന്തിനെ എഫക്റ്റ് ചെയ്യും? പ്രൈസ് ഓഫ് ദ ഷെയർസിനെ എഫക്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിൽ ചെറിയ തോതിൽ റിസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനിലേക്കുള്ള ഒരു ആക്സസ് ആർക്കൊക്കെ ഉണ്ടോ അവരാണ് എന്തായിട്ട് പറയുന്നത്? ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ആവാം? ഒരു കമ്പനിയായിട്ട് ഇപ്പോൾ കണക്ഷൻ ഉള്ളതോ അല്ലെങ്കിൽ പിന്നീട് ഇൻഡയറക്റ്റായിട്ട് കണക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളവരോ അതുപോലെ തന്നെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനിലേക്ക് ആക്സസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ പ്രകാരം ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. Therefore, as per the definition, the insider should be either now in connection with the company or was connected to the company in the past. ഇപ്പോൾ കണക്ഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് കണക്ഷനുള്ള വ്യക്തികളെയും നമുക്ക് എന്തായിട്ട് പറയാം? ഇൻസൈഡേഴ്സ് എന്ന് പറയാം. The concerned person enjoys such status and position that he may be access to the price sensitive unpublished information. പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള അൺപബ്ലിഷ്ഡ് ഇൻഫോർമേഷനിൽ ഈ പേഴ്സൺസിന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിലാണ് അവരെ നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഈ സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ പ്രകാരം ഇൻസൈഡേഴ്സായിട്ട് പറയുന്നത്. So, insider trading is defined by the Black's Law Dictionary in the following words: the use of material non-public information in trading the shares of the company by a corporate insider or any other person who owes a fiduciary duty to the company. അപ്പോൾ ഇവിടെ ഇൻസൈഡർ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ തരുന്നത് ആരാണ്? ബ്ലാക്സ് ലോ ഡിക്ഷണറി ആണ്. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്? ഇവിടെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ബ്ലാക്സ് ലോ ഡിക്ഷണറി പ്രകാരം എന്താണ് മീൻ ചെയ്യുന്നത്? ദ യൂസ് ഓഫ് മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫോർമേഷൻ ആയിട്ടുള്ള പബ്ലിഷ് ചെയ്യാത്ത ഇൻഫോർമേഷൻ്റെ മെറ്റീരിയൽ ഫാക്ടേഴ്സ് യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ട്രേഡിംഗ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർസ് ട്രേഡ് ചെയ്യാനായിട്ട് ഈ അൺപബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് യൂട്ടിലൈസ് ചെയ്യുകയും ബൈ എ കോർപ്പറേറ്റ് ഇൻസൈഡർ. ആരാണ്? ഈ കമ്പനിയായിട്ട് ആർക്കാണോ കണക്ഷൻ ഉള്ളത് അവരാണ് അത് യൂസ് ചെയ്യുന്നത്. ഓർ എനി അതർ പേഴ്സൺ ഹൂ ഓസ് എ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി ടു ദ കമ്പനി. അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഒരു ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി ഉള്ള ഏതെങ്കിലും ഒരു ഒഫീഷ്യലും ഇതിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിൽ നടത്തുന്ന ഒരു ഷെയറിൻ്റെ ട്രേഡിങ്ങിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇൻസൈഡർ ട്രേഡിംഗ് റെഫേഴ്സ് ടു ദ ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ് ഓഫ് എ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ബൈ എനി ഇൻസൈഡർ ഓർ എനി പേഴ്സൺ കണക്റ്റഡ് വിത്ത് ദ കമ്പനി ബേസ്ഡ് ഓൺ എനി മെറ്റീരിയൽ യെറ്റ് നോട്ട് published information which have the ability to impact on said company's securities market price for their personal advantage. കറക്റ്റായിട്ട് അതിൻ്റെ മീനിങ് ഈ സെൻറ്റൻസിലുണ്ട്. അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സെക്യൂരിറ്റീസിൻ്റെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിലെ സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷനാണ്. ഇതാരാണ് നടത്തുന്നത്? ബൈ എനി ഇൻസൈഡർ ഓർ എനി പേഴ്സൺ കണക്റ്റഡ് വിത്ത് ദ കമ്പനി. ഒരു കമ്പനിയായിട്ട് കണക്ഷനുള്ള ഏതെങ്കിലും ഒരു പേഴ്സണോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ എനി ഇൻസൈഡർ ആണെങ്കിൽ, അതുപോലെ തന്നെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ട്രേഡിംഗ് നടത്തുന്നത്? ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചു കൊണ്ടാണ് ഈ ട്രേഡിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട്
കമ്പനിയുടെ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ്, വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ഇമ്പാക്റ്റ് ഓൺ സെറ്റ് കമ്പനി സെക്യൂരിറ്റീസ് മാർക്കറ്റ് പ്രൈസ്. അതുപോലെ തന്നെ ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു എബിലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ അവിടെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ട്രേഡ് നടത്തുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് പറയുന്നത്. Corporate insiders such as the employees, directors, managers and other connected persons get access to the critical price sensitive information easily. ഇവിടെ പറയുന്നത് ഇൻസൈഡർ ആണ് എന്നുണ്ടെങ്കിലും ആ ഇൻസൈഡർക്ക് എന്തിനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം, ഈ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സെൻസിറ്റീവ് ഇൻഫോർമേഷനിലേക്ക് ആക്സസ് ഉള്ള ഒരു പേഴ്സൺസിനെയാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. അത് എംപ്ലോയീസോ ഡയറക്ടേഴ്സോ മാനേജേഴ്സോ അല്ലെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു പേഴ്സണും ആവാം. അവർക്ക് ഈ ക്രിട്ടിക്കൽ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനിലേക്ക് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെ എന്തായിട്ട് പറയുന്നത്, ഇൻസൈഡേഴ്സ് എന്ന് ഇവിടെ ഡെഫിനിഷനിൽ പറയുന്നത്. When these persons use this price sensitive and non-public information for their own economic advantage, they not breach the fiduciary duty they have been imposed with, but also impair the interest of the shareholders. ഇവിടെ ഇല്ലീഗൽ ആകുന്നത് എപ്പോഴാണ്, വെൻ ദീസ് പേഴ്സൺസ് യൂസ് ദീസ് പ്രൈസ് സെൻസിറ്റീവ് ആൻഡ് നോൺ പബ്ലിക് ഇൻഫോർമേഷൻ, അവർ ആ പേഴ്സൺസ് നോൺ പബ്ലിക്കായിട്ടുള്ള സെൻസിറ്റീവ് പ്രൈസ് ഇൻഫോർമേഷൻ അവരുടെ ഒരു ഇക്കണോമിക് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ദേ നോട്ട് ഓൺലി ബ്രീച്ച് ദ ഫിഡ്യൂഷറി ഡ്യൂട്ടിയെ വയലേറ്റ് ചെയ്യാതിരിക്കുകയും ബ്രീച്ച് ചെയ്യാതിരിക്കുകയും ദ ഹാവ് ബീൻ ഇമ്പോസ്ഡ് വിത്ത് ബട്ട് ഓൾസോ ഇംപെയർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, ലീഗൽ ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ഈ പറഞ്ഞത് ഇല്ലാത്ത അവസരത്തിലാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എങ്ങനെ വരുന്നത്, ഇല്ലീഗൽ ആകുന്നത്. There is a misunderstanding that insider trading is a term that usually associated with the illegal conduct. എപ്പോഴും അത് എന്തായിരിക്കണമെന്ന് നിർബന്ധമില്ല, ഇല്ലീഗൽ കണ്ടക്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അതായത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ലീഗൽ കണ്ടക്റ്റോ അല്ലെങ്കിൽ ഇല്ലീഗൽ കണ്ടക്റ്റോ ആകാം. എപ്പോഴും അത് സംശയത്തിൻ്റെ കണ്ണിൽ കൂടെ കാണണമെന്ന് നിർബന്ധമില്ല, അത് ഇല്ലീഗൽ കണ്ടക്റ്റ് ആവണമെന്ന് നിർബന്ധം ഇല്ല. But it actually includes both legal and illegal conduct. Corporate insiders like officers, directors and employees buy and sell stock in their own companies can be treated as a legal conduct. എംപ്ലോയീസോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺസ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ആണ് അവർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഇൻസൈഡർ ട്രേഡിംഗ് ആണെങ്കിലും അത് ലീഗൽ കണ്ടക്റ്റായിട്ട് നമുക്ക് പറയാവുന്നതാണ്. However, when corporate insiders trade in their own securities, they must report their trades to the SEBI. പക്ഷേ ആ ഇൻസൈഡേഴ്സ്, അതായത് എംപ്ലോയീസോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ അവർ അവരുടെ ഒരു സെക്യൂരിറ്റീസിൽ ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ ആരെ അറിയിച്ചിരിക്കണം, സെബീനെ അറിയിച്ചിരിക്കണം. Trading by an insider of a company in the shares of a company is not a violation of law, but what is prohibited is the trading by an insider in the breach of trust or confidence in the stock of a company on the basis of non-public information to the exclusion of others. മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് നോൺ പബ്ലിക് ഇൻഫോർമേഷനിൽ ആക്സസ് ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള മാത്രം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണെങ്കിൽ മാത്രമേ അത് ഇല്ലീഗൽ കണ്ടക്റ്റ് ആകുന്നുള്ളൂ. അതുപോലെ തന്നെ അവിടെ ട്രസ്റ്റ് കോൺഫിഡൻസ് എന്ന് പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയുള്ളതായിരിക്കും, ഇല്ലീഗൽ കണ്ടക്റ്റിലുള്ള ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കാം. ഇവിടെ ഇൻസൈഡർ എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യണമെന്ന് ഒന്നും കൂടിയും പറയുന്നുണ്ട്. ഇൻസൈഡർ മീൻസ് എനി പേഴ്സൺ ഹു ഈസ് കണക്റ്റഡ് പേഴ്സൺ ഓർ ഇൻ എ പൊസഷൻ ഓഫ് or having access to unpublished price sensitive information. ഇൻസൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിനോട്
കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനിൽ ആക്സസ് ഉള്ള പേഴ്സൺസിനെ മാത്രമേ നമ്മൾ ഇവിടെ എന്തായിട്ട് പറയുന്നുള്ളൂ, ഇൻസൈഡർ എന്ന് പറയുന്നുള്ളൂ. ഇനി ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇൻസൈഡർ എന്താണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്താണ് അറിയേണ്ടത്, ട്രേഡിംഗ് എന്ന് പറയുന്ന ടേം എന്താണ് മീൻ ചെയ്യണമെന്നുള്ളത് അറിയണം. ട്രേഡിംഗ് മീൻസ് and includes subscribing, buying, selling, dealing or agreeing to subscribe, buy, sell, deal in any securities and trade shall be construed accordingly. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, വാങ്ങൽ മാത്രമല്ല സബ്സ്ക്രൈബിങ്, ബൈയിങ്, സെല്ലിങ്, ഡീലിംഗ് ഓർ അഗ്രീയിങ് ടു സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അഗ്രിമെൻറ്റിൽ എൻറേജ് ചെയ്യുക. അല്ലെങ്കിൽ അത് ഷെയറിൻ്റെ കേസിൽ മാത്രമല്ല, ഒരു സെക്യൂരിറ്റീസിൻ്റെ കേസിലായാലും സബ്സ്ക്രൈബ് ചെയ്യുകയോ വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ ഡീൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതിൻ്റെ ടേമിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്, ട്രേഡിംഗ് എന്ന് പറയുന്ന ടേമിൻ്റെ അടിയിൽ വരുന്നുണ്ട്. ആൻഡ് ദ ട്രേഡ് ഷാൽ ബി കൺസ്ട്രൂഡ് അക്കോർഡിംഗ്ലി. ട്രേഡ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട്, കൺസ്ട്രൂഡ് എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് അതിൻ്റെ ആ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് ഫോളോ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ട് ടേമാണ് ഇവിടെ വരുന്നത്, ഇൻസൈഡർ ആൻഡ് ട്രേഡിംഗ് ഒന്ന് ചേരുമ്പോഴാണ് എന്തെന്നുള്ള ടേം വരുന്നത്, ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ടേം വരുന്നത്. In simple terms, it can be defined as dealing in the securities of a company on the basis of a certain confidential information relating to the company which is not published or not in the public domain, that is unpublished price sensitive information. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നുണ്ട്, ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പബ്ലിക് ഡൊമെയിനിലല്ലാത്ത അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലല്ലാത്ത ഒരു അൺഅവെയർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ഇൻഡയറക്ട്ലി എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഷെയറിൻ്റെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡീലിംഗ് ഇൻ ദ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസിനെ ഡീൽ ചെയ്യുക. അത് സബ്സ്ക്രൈബിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ബൈയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സെല്ലിംഗ് ആയിരിക്കാം. എനി ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ദ കമ്പനീസ് സെക്യൂരിറ്റീസ്. എന്തിനെ ബേസ് ചെയ്തിട്ട്, ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ. ഏതെങ്കിലും ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ളത് ആണെങ്കിലാണ് അതിന് ഇവിടെ നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇല്ലീഗലായിട്ടുള്ള ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് പറയുന്നത്. In the modern era of liberalization, privatization and globalization, there is a heavy inflow of foreign direct investment and there is a participation from foreign companies in stock market. In the modern area, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ സിറ്റുവേഷനിൽ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും, അതായത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും അതോടൊപ്പം തന്നെ ആഗോളവൽക്കരണവും. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നതിന് വളരെയധികം മോട്ടിവേഷൻ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഹെവി ഇൻഫ്ലോ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് വഴി വളരെയധികം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ കമ്പനീസിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിനെ, ക്യാപിറ്റൽ മാർക്കറ്റിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. These disclosure of price sensitive information to closed circles before its official announcement really needs the intervention on the part of the SEBI as an effective or efficient regulator. സെബി എന്ന് പറയുന്ന ഒരു എഫിഷ്യൻറ്റ് റെഗുലേറ്ററിൻ്റെ ഒരു റോളിൽ നിന്നുകൊണ്ട് ഇവിടെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള അൺപബ്ലിഷ്ഡ് ഇൻഫോർമേഷൻസ് ഒരിക്കലും മറ്റുള്ളവർക്ക് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ ഡിസ്ക്ലോഷർ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ക്ലോസ്ഡ് സർക്കിളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പാടുള്ളൂ. അത് മറ്റുള്ളവർക്ക് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഇൻഫോർമേഷൻ അല്ല സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ്. അതുകൊണ്ടാണ് അതിനെ എന്തായിട്ട് കണക്കാക്കുന്നത്, അൺപബ്ലിഷ്ഡ് ആയിട്ട് കണക്കാക്കുന്നത്. India has to strengthen its enforcement of law relating to Insider Trading Act so as to prove to both the domestic and foreign investors that they are investing in fair and transparent securities market. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നതിന് എങ്ങനെയുള്ളൊരു വ്യൂ ഉണ്ടായിരിക്കണം,
ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഉണ്ടായിരിക്കണം. അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ട്രെങ്ത്നെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. അതായത് ഇൻസൈഡർ ട്രേഡിംഗ് ആക്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അത് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന ആ ഒരു ഫോക്കസിങ്ങിൽ നിന്നുകൊണ്ട് ഇഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? സോ ആസ് ടു പ്രൂവ് ടു ബോത്ത് ദ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനെയും ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും ആർക്ക് സാധിക്കുള്ളൂ? സെബിക്ക് സാധിക്കുള്ളൂ. So there are different types of insider trading cases are as follows. എത്ര തരത്തിലുള്ള ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ട്? 5 തരത്തിലുള്ള ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് കേസസിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ, കോർപ്പറേറ്റ് ഓഫീസേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് who traded the corporation securities after learning of significant confidential corporate developments. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് കോർപ്പറേഷൻ്റെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക? വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുക, ട്രേഡിങ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്, ബിസിനസ് അസോസിയേറ്റ്സ്, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് അതർ ടിപ്പീസ് ഓഫ് സച്ച് ഓഫീസേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് who traded the securities after receiving such information. ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഫോർമേഷൻസ് ലഭിച്ചതിന് ശേഷം ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് അസോസിയേഷൻസോ അല്ലെങ്കിൽ ഈ മെമ്പേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഓഫീസേഴ്സിൻ്റെ ടിപ്പീസ്, ഓഫീസേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്പീസ് എന്ന് പറയുന്ന അവരുടെ ഒരു സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അവർക്ക് താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, അവർ ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ലഭിച്ചതിന് ശേഷം ട്രേഡിംഗ് നടക്കുന്നത് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പിൽ വരുന്നത് എംപ്ലോയീസ് ഓഫ് ലോ, ബാങ്കിങ്, ബ്രോക്കറേജ് ആൻഡ് പ്രിൻറ്റിംഗ് ഫേംസ് who were given such information to provide services to the corporation whose securities they traded. ആരുടെ സെക്യൂരിറ്റീസൊക്കെയാണോ ട്രേഡ് നടത്തുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അവർ നടത്തുന്ന ട്രേഡിങ്ങിനെയാണ് തേർഡ് കാറ്റഗറിയിൽ പറയുന്നത്. അത് ആരൊക്കെയായിരിക്കാം? എംപ്ലോയീസ് ഓഫ് ലോ, ലീഗലായിട്ട് നമ്മൾ ഔട്ട്സൈഡേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ ആ എംപ്ലോയീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, ബ്രോക്കറേജ് ഫേമുകളായിരിക്കാം, പ്രിൻറ്റിംഗ് ഫേമുകളായിരിക്കാം. ഇവരൊക്കെ നമ്മളുടെ ഈ ഷെയർ മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ഹു ആർ ഗിവൺ സച്ച് ഇൻഫോർമേഷൻ അവരെന്ത് ചെയ്യും? ആ ഇൻഫോർമേഷൻസ് അവരുടെ സർവീസ് പ്രൊവൈഡേഴ്സിന് ഷെയർ ചെയ്യുകയും അവർ വഴി ട്രേഡ് നടത്തുന്നതാണ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ഫോർത്ത് കാറ്റഗറിയിൽ വരുന്നത് ഗവൺമെൻറ് എംപ്ലോയീസ് ഹൂ ലേൺഡ് സച്ച് ഇൻഫോർമേഷൻ ബിക്കോസ് ഓഫ് ദെയർ എംപ്ലോയ്മെൻറ്റ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ ഇൻഫോർമേഷൻസ് അവർ ഒരു എംപ്ലോയ്മെൻറ്റ് ബൈ ദ ഗവൺമെൻറ് ആയതുകൊണ്ട് കിട്ടുന്ന ഈ കമ്പനികളുടെ ഇൻഫോർമേഷൻസ് കിട്ടുകയാണെങ്കിൽ അവർ നടത്തുന്ന ഒരു ട്രേഡിംഗ് ആണെങ്കിൽ ഫോർത്ത് കാറ്റഗറിയിൽ വരും. അഞ്ചാമത്തെ കാറ്റഗറിയിൽ വരുന്നത് അതർ പേഴ്സൺസ് ഹൂ misappropriated and took advantage of confidential information from their employers. എംപ്ലോയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്അപ്രോപ്രിയേറ്റ് വേയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാൽ പ്രാക്ടീസ് വഴി ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. അതാണ് അഞ്ചാമത്തെ ടൈപ്പ്. അപ്പോൾ 5 കാറ്റഗറിയിൽ വരുന്നത്, ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് ഡയറക്റ്റ് എംപ്ലോയീസ്, അവർക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട് ട്രേഡിംഗ് നടത്താം. രണ്ടാമത്തെ കേസിൽ ഈ എംപ്ലോയീസിൻ്റെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമുള്ള ആൾക്കാർ, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് അസോസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സോ ഡിപ്പെൻഡൻസിനോ ഈ ഇൻഫോർമേഷൻസ് കൊടുത്തുകൊണ്ട് ട്രേഡിംഗ് നടത്തുന്നതാണ് സെക്കൻഡ് കാറ്റഗറി. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻഫോർമേഷൻസ്, അവർക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് അവരുടെ ഒരു എംപ്ലോയ്മെൻറ്റ് വഴിയായിട്ട് അത് ആർക്ക് കൊടുക്കുന്നു? അവരുടെ സർവീസ് പ്രൊവൈഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ ഫോർത്ത് വൺ ഗവൺമെൻറ് എംപ്ലോയീസിൽ നിന്ന് ആ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് ആ ഗവൺമെൻറ് എംപ്ലോയീസ്
ഒരു ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ, അഞ്ചാമത്തെ കാറ്റഗറി ഈ എംപ്ലോയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു മിസ്അപ്രോപ്രിയേഷൻ വഴിയോ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് വഴിയോ ഈ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കുന്ന ഒരു പേഴ്സൺസ് ആണെങ്കിൽ അത് അഞ്ചാമത്തെ കാറ്റഗറിയിൽ വരും. ഇത്രയും പേഴ്സൺസ് ആണ് നമുക്ക് ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസൈഡർ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ. ഇൻസൈഡർ ട്രേഡിംഗ് ലോവേഴ്സ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ഇൻ ദ ഫെയർനെസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇങ്ങനെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്നത്, ലോവർ ചെയ്യുന്നത് എന്താണ്? ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ആണ്. അവരുടെ ആ ട്രൂ ആൻഡ് ഫെയർനെസ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയും, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി, സെക്യൂരിറ്റീസിലുള്ള ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിലുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ആർജവം അല്ലെങ്കിൽ ഒരു സമഗ്രത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ ആ സെക്യൂരിറ്റീസിൻ്റെ ഉള്ള ഒരു റോൾ എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ എന്ത് ചെയ്യപ്പെടുന്നു? താഴ്ന്നു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എങ്ങനെയാണ്? ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ലോ ബേസിസിലേക്ക് പോകാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. So the SEBI has treated the detection and prosecution of insider trading violation as one of its major enforcement priorities. അതുകൊണ്ട് തന്നെ സെബി എന്ത് ചെയ്യുന്നു? വളരെയധികം ക്ലീൻ ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് ഈ ഒരു ഇൻസൈഡർ ട്രേഡിങ്ങിൽ നടത്തുന്നുണ്ട്. അതായത് അതിൽ വരുന്ന ഈ മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഫ്രോഡ് എന്ന് പറയുന്നത് ഡിറ്റക്റ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ അതിനെ ആ ഇൻസൈഡർ ട്രേഡിങ്ങിൽ വരുന്ന ഒരു പ്രോസിക്യൂഷൻ ലെവൽ കൊണ്ട് വയലേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് ഉണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിങ് ആണ് ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സെബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റാരോപണം ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൽ ഒരു വയലേഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഉണ്ടോ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനും, അതുപോലെ തന്നെ ഡിറ്റക്ഷൻ ഓഫ് മാൽ പ്രാക്ടീസസ് ഓർ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ആര് മോണിറ്റർ ചെയ്യുന്നുണ്ട്? സെബി മോണിറ്റർ ചെയ്യുന്നുണ്ട്. സെബി ഈസ് ദ വാച്ച് ഡോഗ് ഓഫ് ഓൾ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലത്തെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഇവിടെ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത വേർഡ് എന്താണ്? വാച്ച് ഡോഗ്. ഹീസ് എ പ്രൊട്ടക്ടർ. ഈ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിനെ ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? സെബി പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിങ്ങിൽ ഇല്ലീഗൽ കണ്ടക്റ്റ് നടത്താതിരിക്കാനായിട്ട് സെബി എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു വാച്ച് ഡോഗായിട്ട്, ഒരു പ്രൊട്ടക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. It has the obligation to protect the interest of the investors in the securities market and to regulate the stock exchange or stock market through the such other regulations. ഈ സെബിയുടെ ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട്, അതിൻ്റെ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ തരം താഴ്ന്ന പരിപാടിയിലേക്ക് പോകാതെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാനും സെക്യൂർ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് ഏതിലുണ്ട്? സെബിയിൽ ഉണ്ട്. The SEBI acts as a regulator in the share market by taking all precautionary measures in order to gain the confidence of the investors who are investing in the capital market. Capital marketൽ ആരാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി എന്ത് ചെയ്യുന്നുണ്ട്? പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്? അതിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ആരൊക്കെയാണോ ഇൻവെസ്റ്റേഴ്സായിട്ട് നിൽക്കുന്നത് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് ആണ് എന്തിലുള്ളത്? സെബിയിൽ ഉള്ളത്. When the prices of the shares could be predicted well before in hand, then investors may take a decision accordingly. പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ വില എത്രത്തോളം വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് ഓരോ ഇൻവെസ്റ്റേഴ്സിനും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് അവരെ എൻഹാൻസ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഷെയർ പ്രൈസിനെ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് മൂലം അതിനെ താഴ്ന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രഡിക്ഷൻ ഓഫ് ദ പ്രൈസ് എന്ന് പറയുന്നത് ആർക്ക് സാധിക്കില്ല? ഇൻവെസ്റ്റേഴ്സിന് സാധിക്കില്ല. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതും ആർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല? ഈ ഇൻവെസ്റ്റേഴ്സിന് ചെയ്യാനായിട്ട് സാധിക്കില്ല.
Hence, predetermined price may result in undesired consequences and they may buy huge amount of shares whose value may appreciate. അതുകൊണ്ട് തന്നെ ഈ അൺഡിസൈഡ് കോൺസിക്വൻസ്, ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം തരം താഴ്ന്ന പരിപാടിയിലേക്ക്, അതുപോലെ തന്നെ ഡേഞ്ചറസ് സോണിലേക്ക് ലീഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൽ വരുന്നത്. അപ്പോൾ പ്രീഡിറ്റർമിൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു അൺഡിസൈഡ് കോൺസിക്വൻസ് മൂലം പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയറിൻ്റെ ട്രേഡിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വാല്യൂ മേ എപ്രീഷിയേറ്റ്. വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എപ്രീഷിയേറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കും. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ആർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയുമാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരത്തെ ഞാൻ എൻ്റെ ഡിസ്കഷനിൽ 3 ടേമാണ് ഞാൻ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇൻസൈഡർ എന്താണെന്നും ട്രേഡിംഗ് എന്താണെന്നും അത് ഒന്നിച്ച് ചേർക്കുമ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്യണമെന്നുള്ളത് 3 ടേം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഇൻസൈഡർ എന്ന് പറയുന്നത് ഒരു കമ്പനിയായിട്ട് ഇപ്പോൾ ബന്ധമുള്ളതോ അല്ലെങ്കിൽ പിന്നീട് ബന്ധമുണ്ടാകാവുന്ന പേഴ്സൺസിനെ നമ്മൾ ഇൻസൈഡർ എന്ന് പറയുന്നു. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് എന്ന് പറയും. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻസൈഡേഴ്സ് ഒരു ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ അങ്ങനെ വരുന്നതാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇവിടുത്തെ ലീഗൽ കണ്ടക്റ്റും ഇല്ലീഗൽ കണ്ടക്റ്റും ഉണ്ട്. ലീഗൽ കണ്ടക്റ്റ് എന്ന് പറയുന്നത് അവരുടെ അടുത്ത് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസൈഡേഴ്സ് വളരെ നല്ല രീതിയിൽ ലീഗലായിട്ട് നിയമപരമായിട്ട് സെബീനെ അറിയിച്ചു കൊണ്ടുള്ളൊരു ട്രേഡിംഗ് ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം? ലീഗൽ കണ്ടക്റ്റ് എന്ന് പറയാം. അതേസമയം അൺപബ്ലിഷ്ഡ് സെൻസിറ്റീവ് പ്രൈസ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആക്സസ് ചെയ്തുകൊണ്ട് ഈ ഇൻസൈഡേഴ്സ് ഒരു ട്രേഡിംഗ് നടത്തുകയാണെങ്കിലാണ് ഇല്ലീഗൽ കണ്ടക്റ്റ് എന്ന് പറയുന്ന തരം താഴ്ന്ന പരിപാടിയിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്? ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ലിസ്റ്റഡ് ഷെയറിൻ്റെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. 5 ടൈപ്പ് ഓഫ് ഷെയർസ്, 5 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് ഇൻവെസ്റ്റേഴ്സ് ട്രേഡിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് ട്രേഡിങ്ങിൽ നടത്തുക എന്നുള്ളതും 5 തരത്തിലുള്ള ട്രേഡിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ളതും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇല്ലീഗൽ കണ്ടക്റ്റ് നടത്താതിരിക്കാനായിട്ട് ആരാണ് ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? സെബിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സെബി ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൽ വരുന്ന എല്ലാ പ്രൊസീജിയറും ആര് മോണിറ്റർ ചെയ്യുന്നുണ്ട്? സെബി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയുണ്ടോ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആര് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്? സെബി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്കഷൻ, നീഡ് ഫോർ പ്രിവെൻറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ്. നമ്മൾ പറഞ്ഞു സെബി എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടി ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യണം, അത് പ്രിവെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടത്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ഡൺ അണ്ടർ ദ ഡിസ്ഗൈസ്ഡ് നെയിംസ് ആൻഡ് എൻറ്റിറ്റീസ് സോ ദാറ്റ് ദേ ക്യാൻ മെയിൻറ്റെയിൻ എ ഷെയർ ഹോൾഡിംഗ് ഓവർ ആൻഡ് എബവ് ദ ലിമിറ്റ് ഓഫ് സെബി വിത്തൗട്ട് മേക്കിംഗ് ഇറ്റ് പബ്ലിക്. നമുക്ക് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സെൻസിറ്റീവ് പ്രൈസ് ഇൻഫോർമേഷനാണ് ഇൻസൈഡർ ട്രേഡിങ്ങിൽ മിസ്യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ഡൺ അണ്ടർ ഡിസ്ഗൈസ്ഡ് നെയിംസ് ആൻഡ് എൻറ്റിറ്റീസ് സോ ദാറ്റ് ദേ ക്യാൻ മെയിൻറ്റെയിൻ എ ഷെയർ ഹോൾഡിംഗ് ഓവർ ആൻഡ് എബവ് ദ ലിമിറ്റ് ഓഫ് സെബി വിത്തൗട്ട് മേക്കിംഗ് ഇറ്റ് പബ്ലിക്. പബ്ലിക്കിലേക്ക് പോകാതെ, ഒരു സെബി എന്ന് പറയുന്നതിലേക്ക് എൻട്രി ആവാതെ ഡിസ്ഗൈസ്ഡ് നെയിംസിലും അതായത് ഡിസ്ഗൈസ്ഡ് എൻറ്റിറ്റീസുമാണ് ഇവിടെ എന്ത് നടത്തുന്നത്? ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ദേ ക്യാൻ മെയിൻറ്റെയിൻ എ ഷെയർ ഹോൾഡിംഗ് ഓവർ ആൻഡ് എബൌട്ട് ദ ലിമിറ്റ് ഓഫ് സെബി. സെബിയുടെ ലിമിറ്റിൻ്റെ പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത്.
അത് ഒരിക്കലും എന്ത് ചെയ്യപ്പെടുന്നില്ല, പബ്ലിക്കിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്ന വിധത്തിൽ. ഇപ്പോൾ സെബിയിൽ ലിസ്റ്റഡ് ഷെയർ ആണെങ്കിൽ അത് പബ്ലിക്കിന് വന്ന് ട്രേഡിംഗ് നടത്താനായിട്ട് സാധിക്കും. അതേസമയം ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ആണെങ്കിൽ ആ പബ്ലിക്കിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് സെബിയുടെ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് കൊണ്ട് അവർക്ക് എൻട്രി ചെയ്യാനോ ട്രേഡിംഗ് നടത്താനോ സാധിക്കില്ല. Such a kind of mischievous practice should be dealt with strictly and precautionary measures should be undertaken. അപ്പോൾ ഇങ്ങനെ മിസ്റ്റീവസ് പ്രാക്ടീസ് എന്നാണ് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ മിസ്റ്റീവസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികൃഷ്ടമായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ആരുടെയും കൂടി ആവശ്യമാണ്, സെബിയുടെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സെബി പ്രിക്കോഷണറി മെഷേഴ്സ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരു അസുഖം വരാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നോക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഇൻസൈഡർ ട്രേഡിങ്ങിലും കറക്റ്റായിട്ട് പറയുന്നത്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. സുഖപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് എന്ത് ചെയ്യുന്നതാണ്, പ്രിവെൻഷൻ നടത്തുന്നതാണ്. സോ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ക്യാൻ ബി മെയ്ഡ് മോർ എഫിഷ്യൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് ദ ടൈം ലിമിറ്റ് ഫോർ ദ ഡിസ്ക്ലോഷർ ഓഫ് ഹോൾഡിംഗ് ടു ദ കമ്പനി ബൈ എനി പേഴ്സൺ ഹാവിംഗ് എ ഹോൾഡിംഗ് ഓഫ് മോർ ദാൻ 5%, that is 4 days, and further the disclosure by the company to the stock exchange of information received about the above information 5 days should be reduced to 1 day in total. ഇന്ത്യയിൽ ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി എടുക്കുന്ന ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ പ്രിക്കോഷൻ എന്ന് പറയുന്നത് എന്താണ്, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ടൈം ലിമിറ്റിനെ നമ്മൾ ലിമിറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഇഫ് ദ ടൈം ലിമിറ്റ് ഫോർ ഡിസ്ക്ലോഷർ ഓഫ് ഹോൾഡിംഗ് ടു ദ കമ്പനി ബൈ എനി പേഴ്സൺ ഹാവിംഗ് ഹോൾഡിംഗ് മോർ ദാൻ 5%, 5% കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഷെയറുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യപ്പെടണം, ഡിസ്ക്ലോസ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ 4 ദിവസത്തിനേക്കാൾ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്ലോസിങ് ആരോട് ചെയ്തിരിക്കണം, സെബിയോട് ചെയ്തിരിക്കണം. ആൻഡ് ഫർദർ the disclosure by the company to the stock exchange of information received about the above transaction, that is 5 days, should be reduced to 1 day in total. ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്, അതിൻ്റെ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻഫോർമേഷൻ ചെയ്യുന്നത് എന്നാണ്, 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇൻഫോം ചെയ്യണം. അതായത് 5 days എന്ന് പറയുന്നതാണ് അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അത് എന്തായിട്ട് റെഡ്യൂസ് ചെയ്തു, 1 ദിവസത്തേക്കായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. Also, like other developed countries, the above stated disclosure should be made to both exchanges and the regulator instead of exchange alone. എക്സ്ചേഞ്ചിനെ മാത്രം അറിയിച്ചാൽ പോലെ മറ്റുള്ള കൺട്രീസിന് പുറമെ ഇന്ത്യയിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, അത് റെഗുലേറ്ററെ കൂടി അറിയിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ എടുത്തിട്ടുള്ളത്. അതായത് 5% കൂടുതലായിട്ടുള്ള ഷെയർ 4 ദിവസത്തിനേക്കാൾ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുമല്ല അതിൻ്റെ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എന്നറിയിച്ചിരിക്കണം, സെബീനെ 5 ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം എന്നുള്ള മറ്റുള്ള രാജ്യങ്ങളിലുള്ള നിയമം ഇന്ത്യയിൽ എത്രയായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 1 day ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മാത്രം അറിയിച്ചാൽ പോരാ, ഇന്ത്യയിലാണെങ്കിൽ ആരെയും കൂടിയും അറിയിക്കണം, റെഗുലേറ്ററി കൂടി അറിയിക്കണം എന്നുള്ള ഒരു പ്രിവെൻഷനാണ് നമ്മുടെ ഇന്ത്യൻ കൺട്രിയിൽ ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. The ideal securities market is concerned with the allocation of capital in the economy. ഇനി അതുപോലെ തന്നെ ഇക്കണോമിക്കൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇവിടെ അലോക്കേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിൽ ഐഡിയൽ സെക്യൂരിറ്റീസിനെ കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. This function is enabled by market efficiency, the situation where the market price of each security accurately reflect the risk and return in its future. അപ്പോൾ ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എഫിഷ്യൻസിനെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്.
എങ്ങനെയാണത് ബാധിക്കുന്നത്? ദ സിറ്റുവേഷൻ വേർ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഈച്ച് സെക്യൂരിറ്റി ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ദ റിസ്ക് ആൻഡ് റിട്ടേൺ ഇൻ ഇറ്റ്സ് എ ഫ്യൂച്ചർ. ഭാവിയിൽ അതൊരു റിസ്ക് ഫാക്ടറായിട്ട് തീരാനും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസിനെയും അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നതിനെയും ഒരു മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിസിൽ കാണുകയാണെങ്കിൽ അത് വളരെയധികം മോശമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് റെഗുലേഷൻ ആൻഡ് പോളിസി ഈസ് ടു പ്രൊമോട്ട് മാർക്കറ്റ് എഫിഷ്യൻസി. ഹെൻസ് വി മസ്റ്റ് ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് അപ്പോൺ ദ മാർക്കറ്റ് എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ നമ്മളുടെ സെബിയിലുള്ള ഒരു റെഗുലേഷൻ എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ് എന്താണ് വരുന്നത്? പ്രൈമറി ഫങ്ഷനായിട്ട് തന്നെ പറയുന്നുണ്ട് മാർക്കറ്റ് എഫിഷ്യൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷനോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻസൈഡർ ട്രേഡിങ്ങിനെ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അത് റിമൂവ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? സെബിക്ക് സാധിക്കും. Insider trading appears to be biased especially to the speculators who invest in the market expecting there would be an appreciation in the value of the shares. ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അവരുടെ എയിം, ഒബ്ജക്ഷൻ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടണം. അത് തന്നെയാണ് അവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ടെങ്കിൽ അത് ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താവാൻ സാധ്യതയുണ്ട്? താഴ്ന്നു പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതില്ലായ്മ ചെയ്യേണ്ടത് ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ബയാസ്ഡ് ആയിരിക്കണം. അതായത് ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ ലീഗലായിട്ട് നടത്തുന്ന ഒരു ഇൻസൈഡർ ട്രേഡിംഗ് മാത്രമേ നമുക്ക് എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കണ്ടക്റ്റാണ് അവിടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഷെയർസ് എന്ന് പറയുന്നത് ഒരിക്കലും എങ്ങനെയാവില്ല? ഇൻക്രീസിങ് എപ്രീസിയേഷൻ എന്ന് പറയുന്നത് വരുത്താനായിട്ട് സാധിക്കില്ല. The individual and institutional speculators are badly hit due to insider trading. അതുകൊണ്ട് തന്നെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എൻകറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലോ ആയിട്ടുള്ള സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? വാങ്ങി വിൽക്കുന്ന ആൾക്കാർ. ആ വാങ്ങി വിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻകറേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലോ ആയിട്ടുള്ള സ്പെക്കുലേറ്റേഴ്സിനെ ഒരിക്കലും എൻകറേജ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻഡയറക്ട്ലി സെബിക്ക് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ലിസ്റ്റഡ് ഷെയറിൻ്റെ ട്രേഡിംഗ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാനോ അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല? സെബിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ സെബിയുടെ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഗൈഡ് ലൈൻസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡെഫിനിഷനിൽ വരുന്ന മെയിൻ ടേം അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അതായത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നത് എന്നുണ്ടെങ്കിലാണ് അതെന്തായിട്ടും മാറുന്നത്? ഇല്ലീഗൽ കണ്ടക്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഈ സെമിസ്റ്ററിൽ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് പഠിക്കുമ്പോൾ സെബിയുടെ ഗൈഡ് ലൈൻസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫാക്ടറാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന ടേം എന്താണ്? ഈ ടേം അൺപബ്ലിഷ്ഡ് സെൻസിറ്റീവ് പ്രൈസിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇന്നത്തെ അസൈൻമെൻറ്റ് ടോപ്പിക്ക് ഞാൻ പറയുകയാണ്. പേജ് നമ്പർ 109 58ാമത്തെ റെഫറൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോട്ട് ചെയ്തിട്ടുള്ളത്. അത് വേറിംഗ് റോബർട്ടിൻ്റെ ഒരു പബ്ലിഷിംഗ് ആണ്. അതായത് കേസസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ് കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചിട്ടുള്ള വേറിംഗ് റോബർട്ടിൻ്റെ ഒരു റെഫറൻസ് ആണ് ഇന്ന് എല്ലാവരും ചെയ്യേണ്ടത്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു റിവ്യൂ എഴുതി വെക്കുകയും വേണം. ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ അറിവിനെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം എല്ലാ വിദ്യാർത്ഥികളും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. Thank you very much. Have a nice day.